രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അണുവിട നമ്മുടെ സേനകൾ പിന്നോട്ടില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ചുകാലം മുൻപ് വരെ ഇന്ത്യ ഇറക്കുമതികളിലാണ് ഖ്യാതി നേടിയതെങ്കിൽ ഇന്ന് നമ്മൾ കയറ്റുമതിയിലും അതുപോലെ തന്നെ തദ്ദേശീയ നിർമ്മിതികളിലും ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ശത്രുവിനെ തുരത്താൻ പലവിധ മാർഗങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത്. ഇപ്പോഴിതാ 2 കിലോമീറ്റർ വരെ ദൂരത്തിൽ ആളില്ല ആകാശവാഹനങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള 16 നൂതന തദ്ദേശീയ ലേസർ അധിഷ്ഠിത ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഇന്ത്യൻ കരസേനയിലും ഇന്ത്യൻ വ്യോമസേനയിലും ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ശത്രുതാപരമായ ഡ്രോണുകൾ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് സമീപകാല അതിർത്തി കടന്നുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നീക്കം ഒരു സുപ്രധാന കുതിച്ചുചാട്ടമാണ്. അതുപോലെ തന്നെ DRDOയുടെ ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം മാർക്ക് 2 വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സംവിധാനം 10 കിലോവാട്ട് ലേസർ ബീം ഉപയോഗിക്കുന്നു. ഇത് മുൻ പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫലപ്രദമായ ഇടപെടൽ പരിധി ഇരട്ടിയാക്കുന്നു. ഏകദേശം 1 കിലോമീറ്റർ വരെ ഡ്രോണുകളെ മാത്രമേ ലക്ഷ്യമിടാൻ കഴിയൂ എന്നതാണ്. ഇന്ത്യൻ ഇൻസ്റ്റലേഷനുകൾ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചതിന് ശേഷമാണ് നൂതന ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കുള്ള പ്രോത്സാഹനമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ശത്രുവിന്റെ ഭീഷണികളിൽ പലതും ഇന്ത്യൻ സായുധ സേന വിജയകരമായി നേരിട്ടു. പക്ഷെ കൂടുതൽ കഴിവുള്ളതും വിപുലീകരിക്കാനാവുന്നതുമായ പരിഹാരങ്ങളുടെ അടിയന്തര ആവശ്യകത പല സംഭവങ്ങളും എടുത്തു കാണിച്ചു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളിയെ നേരിടുന്നതിനാണ് പുതിയ ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ DRDOയുടെ നേരിട്ടുള്ള ഊർജ ആയുധ പദ്ധതിയും പുരോഗമിക്കുകയാണ് എന്നതാണ്. 30 കിലോവാട്ട് ലേസർ സിസ്റ്റം നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണുള്ളത്. ഈ സംവിധാനം 5 കിലോമീറ്റർ വരെ ആക്രമണ പരിധി കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ദൂരങ്ങളിൽ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഫിക്സ്ഡ് വിങ് UAVകൾക്കും ഡ്രോൺ കൂട്ടങ്ങൾക്കുമെതിരെ ആയുധത്തിന്റെ ഫലപ്രാപ്തി വിജയകരമായ ഫീൽഡ് പരീക്ഷണങ്ങൾ ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്, മിസൈലുകൾ, ഡ്രോൺ കൂട്ടങ്ങൾ എന്നിവ പ്രതിരോധിക്കാനുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ കഴിവ് ഇന്ത്യ പ്രദർശിപ്പിച്ചു. DRDO ലബോറട്ടറിയായ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ് നടത്തിയ പ്രകടനം ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് നടന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ച ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ DEWMK-2A നിരീക്ഷണ സെൻസറുകൾ വിജയകരമായി പ്രവർത്തനരഹിതമാക്കുകയും ലക്ഷ്യമിട്ട ഡ്രോണുകൾക്ക് ഘടനാപരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളിലൂടെ ഡ്രോണുകൾക്കെതിരായ പ്രതിരോധത്തിനും മിസൈൽ പ്രതിരോധത്തിനുമായി ഉയർന്ന ഊർജ്ജമുള്ള ലേസർ ആയുധങ്ങൾ വിന്യസിക്കുന്നതിനുള്ള കഴിവ് പ്രകടിപ്പിച്ച US, ചൈന, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും സ്ഥാനം പിടിച്ചു എന്നതും എടുത്തു തന്നെ പറയണം. ഡയറക്റ്റ് എനർജി സിസ്റ്റങ്ങളിലും തന്ത്രപരമായ പ്രതിരോധ നവീകരണത്തിലും ഇന്ത്യയുടെ വളരുന്ന വൈദഗ്ധ്യത്തെ ഈ സാങ്കേതിക നാഴികകൾ അടിവരയിടുന്നു എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഉയർന്നു വരുന്ന വ്യോമ ഭീഷണികളെ നേരിടാൻ ഇന്ത്യക്ക് സമഗ്രമായ ഒരു കൂട്ടം ഉപകരണങ്ങൾ നൽകുന്ന സ്റ്റാർ വാഴ്സ് ശൈലിയിലുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഈ ശ്രമങ്ങൾ. ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം സംവിധാനങ്ങൾ വൻതോതിൽ വിന്യസിക്കേണ്ടതിന്റെ നിർണായക പ്രാധാന്യം ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ലേസർ അധിഷ്ഠിത ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളുടെ വിജയകരമായ സംയോജനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ നിലയെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ഭാവിയിലെ സംഘർഷങ്ങളിൽ നിർണായക നേട്ടം നൽകുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല.